ഹായ്. ഞാനിങ്ങനെ വീഡിയോ അതിൻ്റെ പുറകിൽ കൂടെ പോയിട്ട് ഫുള്ളായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ കൂടെ ആശുപത്രിയിൽ നിന്നപ്പം ICUവിലായിരുന്നു. അപ്പോൾ ഡോക്ടർ ചെക്കപ്പിന് വന്നപ്പോൾ ഞങ്ങളോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്ത് നിന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ ഭിത്തിയിൽ ചാരി നിൽക്കുന്ന സമയത്ത് ഞാനോർത്തൊരു സെൽഫി എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ എൻ്റെ സെൽഫി എടുത്ത് ഞാൻ അപ്പോൾ ഈ ക്ലിക്ക് ചെയ്യുന്ന ഒച്ച കേട്ട്. അപ്പോൾ ഡോക്ടർ മുമ്പിലുണ്ടായിരുന്ന അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഡോക്ടർ ചോദിച്ചു, നീ എന്താ എൻ്റെ ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സെൽഫി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഡോക്ടറിൻ്റെ ഫോട്ടോ എടുത്തതല്ല, ഞാനൊരു സെൽഫി എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ അങ്ങ് ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അത് ആവർത്തിക്കണ്ടല്ലോ എന്ന് കരുതി. ഇതെന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. ഇത് ഈ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. അപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. എന്താണ് കാര്യം എന്നുള്ളത് എനിക്കും മനസ്സിലായിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ബസ് സ്റ്റോപ്പാണ്. ബസ്സുകൾക്ക് നമ്പറാണ് ഇവിടെ. നമ്മൾ നമ്പർ നോക്കിയിട്ടാണ് ബസ് കയറി പോകേണ്ടത്. ഓരോ സ്റ്റോപ്പിലും വരുന്ന ബസ്സിൻ്റെ നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ അതിൻ്റെ മുകളിൽ അത് എവിടേക്കുള്ളതാണെന്നുള്ള ബസ്സിൻ്റെ എവിടേക്കെന്നുള്ള സ്ഥലപ്പേര് ഹീബ്രുവിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ബസ്സിൽ കയറുമ്പം ലൊക്കേഷൻ മാപ്പ് ഉപയോഗിച്ചാണ് പോണത്. ഇപ്പോൾ ഇവിടുന്ന് വേറെ തൊട്ടടുത്തൊരു സ്ട്രീറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സ്ട്രീറ്റ് ഏതാണെന്ന് അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നടന്നു പോകേണ്ടതാണ്. നടന്ന് ബസ്സിനാണെങ്കിൽ ബസ്സിന് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
यहाँ एक्सर्साइज गर्ने यहाँ कस्तो सुहाउने सुहाउने केटीहरू आउँछन्